ഗൈസ്, അങ്ങനെ നമ്മൾ തേർഡ് ഡേ പുഷപ്പ് ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുക കേട്ടോ. എളുപ്പമായിരുന്നു വെച്ചാൽ ഇന്നലത്തേനെക്കാട്ടി ഒരുപാട് എളുപ്പമായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്, ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ പോയതിന് ശേഷം ഹീറ്റ് പാക്ക് വെച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, ബൈസെപ്സ് ട്രൈസെപ്സ് നല്ല വേദനയായിരുന്നു. അപ്പോൾ അത് കളയാൻ വേണ്ടി ഹീറ്റ് പാക്ക് വെച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഇന്നത്തേക്ക് വലിയ ബോഡി പെയിൻ ഉണ്ടായിരുന്നില്ല. കാരണം അത് കൂടാണ്ട് ഇന്നെനിക്ക് 20 സെറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 3 സെറ്റ് 20 ആയിരുന്നു. പക്ഷെ നാലാമത്തെ 15 പോയതിലേക്ക് മതിയായിരുന്നില്ല, പിന്നെ തളർന്നു പോയി. അതുകൊണ്ട് നാലാമത്തെ 15, പിന്നത്തെ 15 അടിച്ചു. സോ ഇറ്റ് വാസ് ലൈക്ക് 20, 20, 15, 15, 3 20, പിന്നെ 15, 15 ആയിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ്സ് എൻ ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം ആദ്യത്തെ ഒരു ദിവസം 2 20 മാത്രം അടിച്ചിട്ടും പിന്നെ 5ഉം 8ഉം അങ്ങനെ പല നമ്പറായിരുന്നു. സോ ഇത് ഇറ്റ്സ് ഓൺലി തേർഡ് ഡേ ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് 3 6 of 20. അപ്പോൾ ഐ തിങ്ക് ലൈക്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. സോ ഇതുവരെയായിട്ട് നിങ്ങൾ ഇതുപോലെ പുഷപ്പ് തുടങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടുഡേ. ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഒന്നായിരിക്കും, രണ്ടാമത്തെ ദിവസം 2 പോകുന്നുണ്ടാവില്ലായിരിക്കും. സോ കമ്മിങ് ഡേയ്സ് ഇറ്റ് വിൽ ഇമ്പ്രൂവ്. ഇതിലേക്ക് ഒരു 10 നിങ്ങൾ 5 ദിവസം കഴിയുമ്പോൾ പറ്റും. ആൻഡ് മസിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ എന്താ പറയുക മസിൽ ഗെയിൻ എന്നൊക്കെ പറയുന്നത് വളരെയധികം സെല്ലുലാർ ലെവലിലൊരു മാറ്റങ്ങളാണ്. ഇതൊന്നും ഒറ്റ അടിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ചെയ്താൽ തന്നെ ഈ ഒരു ചാലഞ്ച് ഞാൻ ഒരു മാസത്തേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കയ്യിലോ വയസ്സിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ. പക്ഷേ ഐ എം ഷുവർ ബൈ എൻഡ് ഓഫ് ദിസ് ചാലഞ്ച് അത്യാവശ്യം ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡും അല്ലെങ്കിൽ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ മാറ്റം ഉണ്ടാകും. സോ ഫോർ സീയിങ് ദാറ്റ് ചേഞ്ച് സ്റ്റേ ട്യൂൺ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അപ്പോൾ നാളെ നമുക്ക് ഇതേ ചാലഞ്ചുമായിട്ട് വീണ്ടും കാണാം. അതുവരെ പീസ് ഔട്ട്.